മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അന്ന് രേവതിക്കുട്ടിക്ക് ഒട്ടും തന്നെ ഉറക്കം വന്നില്ല. കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കടന്നിട്ടും അവൾക്ക് ഒരൊറ്റ പോലും ഉറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണടച്ച മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ചിന്നുമോളുടെ ആ നിഷ്കളങ്കമായ ചിരിയാണ്. അവളെ ഓർത്ത് നെഞ്ചിലൊരു വല്ലാത്ത ഒരു കല്ല് കയറ്റി വെച്ചതുപോലെയൊക്കെ തോന്നൽ. എന്തു ചെയ്യണം, എങ്ങോട്ട് പോകണമെന്ന് പോലും ഒരു പിടിയുമില്ലാത്ത അവസ്ഥയിലാണ് രേവതിക്കുട്ടി. ചിന്നുമോൾ ആ ഒരു കൊച്ചു കുരുന്ന് ഇനി കൂടെ ഉണ്ടാവില്ലല്ലോ. അവള് വേറൊരാൾ ദത്തെടുക്കുവാൻ വന്നിരിക്കുവാണല്ലോ. ത്യാഗഭവനിലെ സിസ്റ്റർ പറഞ്ഞ വാക്കുകൾ രേവതിക്കുട്ടിയുടെ കാതിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ പോവുക. അവളെ സ്വന്തം മോളെ പോലെ നോക്കാൻ വേണ്ടി ഒരു അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് എന്നൊക്കെ സിസ്റ്റർ പറഞ്ഞത് കേട്ടപ്പോൾ ശരിക്കും സന്തോഷിക്കാനാണ് തോന്നിയിരുന്നത്. അവൾക്കൊരു അച്ഛനും അമ്മയും കിട്ടുമല്ലോ. സ്നേഹം എന്താണെന്ന് അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവൾക്ക് കിട്ടാൻ പോകുന്ന പുതിയ ജീവിതം ഒരു പക്ഷേ വളരെ മനോഹരമായിരിക്കും. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വശത്ത് ചെറിയൊരു ആശ്വാസവും തോന്നുന്നുണ്ട്. പക്ഷേ അവളെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് രേവതിക്കുട്ടിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. കുഞ്ഞുനാൾ മുതൽ അവൾ നോക്കിയത് താനാണ്. അലീന ചേച്ചിയേക്കാൾ കൂടുതൽ അവളോടൊപ്പം ചിലവഴിച്ചതും താനാണ്. രാത്രിയിൽ അവളെ നെഞ്ചോട് ചേർത്ത് കിടത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനമുണ്ട്. കുഞ്ഞി കൈകൾ കൊണ്ട് അവളിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ ലോകത്തുള്ള സകല പ്രശ്നങ്ങളും മറന്നുപോകും. അതൊക്കെ ഇനിയെന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഓർക്കുമ്പോഴേക്കും രേവതിക്കുട്ടിയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകി. മുഖത്ത് വീണ കണ്ണുനീർ തലയണയെ വല്ലാതെ നനച്ചു. ഇടക്ക് പോയി കാണാലോ എന്നൊക്കെ സിസ്റ്റർ പറഞ്ഞിരുന്നു. പക്ഷേ അത് മതിയോ? എന്തോ വല്ലാത്തൊരു ആത്മബന്ധം അവളോട് തോന്നി തുടങ്ങിയിരുന്നു. രേവതിക്കുട്ടി എന്ന് വെച്ചാൽ ചിന്നുമോൾക്കു ജീവനാണ്. അലീന ചേച്ചിയും അവൾക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഈ കാര്യം ഉടനെ തന്നെ അലീന ചേച്ചിയോട് പറയണം. ചേച്ചിയോട് കൂടി ആലോചിക്കട്ടെ, എന്ത് തീരുമാനമെടുക്കാനൊക്കെ എന്നിട്ടേ പറ്റുള്ളൂ. രേവതിക്കുട്ടി പതുക്കെ ഫോണെടുത്ത് അലീനയെ വിളിക്കാൻ നോക്കി. പിന്നെ പെട്ടെന്നോർത്തു, വേണ്ട, ചേച്ചിക്ക് ഇന്നലെ നല്ല പനിയായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഈ പാതിരാത്രി വിളിച്ചിട്ട് ചേച്ചിയുടെ ഉറക്കം കളയണ്ട. പനിയും വെച്ച് കിടക്കുന്ന ചേച്ചിയെ ഇതിന്റെ പേരിൽ കൂടി ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി അവൾ ഫോണ് താഴെ വെച്ചു. നാളെ രാവിലെ തന്നെ വിളിച്ച് സംസാരിക്കാമെന്ന് മനസ്സിലുറപ്പിച്ചു. കണ്ണുനീരെല്ലാം തുറച്ച് വീണ്ടും ചിന്നുമോളുടെ ഓർമ്മകളിലേക്ക് അവൾ ചെന്നു. നേരം വെളുക്കുന്നതുവരെ ആ കണ്ണുകൾ അടഞ്ഞിരുന്നില്ല. പിറ്റേന്ന് നേരം വെളുത്ത് ജനലിലൂടെ വന്ന ഇളം വെയിൽ മുഖത്ത് തട്ടിയപ്പോഴാണ് അലീന പതിയെ കണ്ണു തുറന്നത്. ഇന്നലത്തെ മഴയുടെ ബാക്കി പത്രമായി മുറ്റത്ത് ചെടികളൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഴത്തുള്ളികൾ വെയിൽ തട്ടിയിട്ടിങ്ങനെ തിളങ്ങുന്നുണ്ട്. അലീന വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നു. നനഞ്ഞ മുടിയൊക്കെ തോർത്തി പതിയെ താഴേക്ക് നടന്നു. പടികൾ ഇറങ്ങി വരുമ്പോൾ താഴെ ഹാളിൽ നിന്ന് സംസാരം കേൾക്കാം. കൃഷ്ണമോളും ബബിതയും അവിടെയുണ്ട്. എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുമായിരുന്നു അവര്. അലീന പടികൾ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ബബിതയുടെ മുഖത്ത് ഒരു മാറ്റം. അവൾ കണ്ണടച്ച് എന്തൊക്കെയോ കാണിക്കുന്നത് പോലെ അലീനയൊന്ന് നോക്കി. കൃഷ്ണമോൾക്ക് അത് കണ്ടിട്ട് അതിശയമായിരുന്നു. ഇതെന്താ അലീന ചേച്ചി എന്ന് കൃഷ്ണമോള് ചോദിച്ചു. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ ചേച്ചിയോട് ആരാ പറഞ്ഞത്? ആ ചോദ്യത്തിൽ വല്ലാത്ത സ്നേഹവും കൂടെ ചെറിയൊരു ദേഷ്യവും ഉണ്ടായിരുന്നു. അലീന ഒന്ന് ചിരിച്ചു. അതിപ്പോ എനിക്കിപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ മോളെ. ഇന്നലെ നോക്കിയപ്പോഴും പനിയൊന്നും ഇല്ലല്ലോ. വെറും 92 ഡിഗ്രിയല്ലേ ഉള്ളൂ. ഓ, അതിപ്പോ 92 ഡിഗ്രി ആണെങ്കിൽ ഇങ്ങനെ കുളിച്ചൊരുങ്ങി താഴേക്ക് ഇറങ്ങി വരാമെന്നാണോ? അതാണോ എന്ന് കൃഷ്ണമോള് വിടാൻ ഭാവമില്ലാതെ ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമല്ല എന്ന് അലീന പതുക്കെ പറഞ്ഞു. അപ്പോഴേക്കും ബബിത ഇടപെട്ടു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ കട്ടിലിൽ നിന്ന് കാല് താഴേക്കെടുത്ത് വെക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ കർക്കശമായിട്ട് പറഞ്ഞതല്ലേ? എന്നിട്ടാണോ ഈ തോന്നിയാസൊക്കെ കാണിക്കുന്നത്? ബബിതയുടെ സ്വരത്തിൽ ശരിക്കും അധികാരമുണ്ടായിരുന്നു. ഓ, ഇനിയിപ്പോ നമ്മുടെ ആവശ്യമൊന്നുമില്ലല്ലോ ചേച്ചിക്ക്. അല്ലടി കൃഷ്ണ എന്ന് ബബിത കൃഷ്ണമോളെ നോക്കി ചോദിച്ചു. എഴുന്നേറ്റ് നടക്കാറായല്ലോ. ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞാൽ പുല്ലുവില അല്ലേ ചേച്ചിക്ക്? ഇതൊക്കെ കേട്ടപ്പോൾ അലീനക്ക് വല്ലാത്ത സങ്കടവും അതിലേറെ അവരോട് വലിയ സ്നേഹവും തോന്നി. അയ്യോ, അങ്ങനെയൊന്നുമില്ല ബബിതേ, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞ് അലീന അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അവരുടെ ആ വഴക്കു പറച്ചിൽ പോലും തന്നോടുള്ള സ്നേഹവും കരുതലുമാണെന്ന് അലീനക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവരവളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു നിമിഷം അലീനയുടെ മനസ്സിലെ ഭാരങ്ങളൊക്കെ പതുക്കെ കുറയാണ്. അങ്ങനെ അവരോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അലീനയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. സ്ക്രീനിൽ രേവതിക്കുട്ടിയുടെ പേര് കണ്ടപ്പോൾ തന്നെ അലീനയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. രാവിലെ തന്നെ അവൾ വിളിക്കണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം കാണും. ഫോൺ എടുത്തപ്പോൾ തന്നെ മറുതലക്കൽ നിന്ന് രേവതിക്കുട്ടി ഇടേറിയ ശബ്ദത്തിൽ കരച്ചിലാണ് കേട്ടത്. ചേച്ചി എന്ന് രേവതിക്കുട്ടി വിതുമ്പിക്കൊണ്ട് വിളിച്ചു. എന്താ മോളെ, എന്തു പറ്റി? നീ എന്താ ഇങ്ങനെ കരയുന്നത് എന്ന് അലീന ആകെ ടെൻഷനായിക്കൊണ്ട് ചോദിച്ചു. രേവതിക്കുട്ടിക്ക് വാക്കുകളൊന്നും പറയാൻ കിട്ടുന്നില്ല. അവൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയത്. ചേച്ചി, ചിന്നുമോളെ അവളെ ഒരാൾ ദത്തെടുക്കാൻ വന്നിരിക്കുകയാണ്. ത്യാഗഭവനിലെ സിസ്റ്റർ എന്നോട് പറഞ്ഞു. അവൾ ഇനി നമ്മുടെ കൂടെ ഉണ്ടാവില്ല ചേച്ചി എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി പൊട്ടിക്കരഞ്ഞു. അലീന ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. ചിന്നുമോൾ, ആ കൊച്ചു കുരുന്ന് ഇനി അവരുടെ ജീവിതത്തിലില്ലേ? ആ ചിന്ത അലീനയുടെ ഉള്ളിലും വല്ലാത്തൊരു ഇടുത്തി പോലെയാണ് വീണത്. എത്രയോ കാലമായി അവരൊരുമിച്ച് കണ്ട സ്വപ്നങ്ങളാണ്. പക്ഷേ രേവതിക്കുട്ടി കരയുമ്പോൾ താൻ കൂടി തളർന്നുപോയാൽ ശരിയാവില്ല എന്ന് അലീനക്ക് തോന്നി. അവൾക്ക് പോയാൽ പിന്നെ അവളെ കാണാൻ പറ്റുമോ ചേച്ചി? അവരെങ്ങാനും സമ്മതിച്ചില്ലെങ്കിലോ? അവർക്ക് ഇഷ്ടമില്ലെങ്കിലോ? അവർ അവളെ കാണിച്ചു തരില്ലെങ്കിലോ? കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്നേക്കുമായി അവളെ നഷ്ടപ്പെടില്ലേ ചേച്ചി?
രേവതിക്കുട്ടിയുടെ ചോദ്യങ്ങൾക്കു മുന്നിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ അലീന ശരിക്കും കുഴങ്ങിപ്പോയി. എന്താ ചേച്ചി, എന്താ നമ്മൾ ചെയ്യേണ്ടത്? പറ ചേച്ചി, എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എനിക്കൊന്നും അറിയില്ല ചേച്ചി, എനിക്ക് വല്ലാത്ത ടെൻഷനാവുന്നു എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി സങ്കടം സഹിക്കാനാവാതെ വീണ്ടും കരഞ്ഞു. അലീന ദീർഘമായി ഒന്ന് ശ്വസിച്ചു. നീ കരയാതിരിക്ക് രേവതി, നീ ധൈര്യമായിട്ടിരിക്ക്, നമുക്ക് ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് അലീന അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം മോളെ, അവൾക്കൊരു നല്ല ജീവിതം കിട്ടുവാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അവളെ പഠിപ്പിക്കുകയും സ്വന്തം മോളെ പോലെ നോക്കുകയും ചെയ്യുമെങ്കിൽ അതാണ് നല്ല കാര്യമല്ലേ. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിൽ നന്നായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ അവൾക്കൊരു അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കൊടുക്കാൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അലീനയുടെ വാക്കിൽ ഒരു യാഥാർത്ഥ്യമുണ്ടായിരുന്നു. അത് രേവതിക്കുട്ടിക്ക് മനസ്സിലായി. അവർ കൊണ്ടുപോവുകയാണെങ്കിൽ അവൾക്ക് ഇതൊരു പുതിയ ജീവിതമായിരിക്കും. രേവതി, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ. എൻ്റെ പനിയൊന്ന് കുറയട്ടെ, നമുക്ക് ഏതായാലും ത്യാഗഭവനിൽ പോയിട്ട് അവളെ ഒന്ന് കാണണം. നീ വിഷമിക്കേണ്ട കേട്ടോ. രേവതിക്കുട്ടിയെ ഒരുവിധം സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ അലീന കോള് കട്ട് ചെയ്തു. പക്ഷേ ഫോൺ താഴെ വെച്ചപ്പോഴേക്കും അലീനയുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയമായിരുന്നു. എന്തൊക്കെയോ നഷ്ടപ്പെടാൻ പോകുന്ന വല്ലാത്തൊരു തോന്നൽ. എന്ത് ചെയ്യണമെന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ചിന്നുമോളെ ശരിക്കും നഷ്ടപ്പെടുവോ? ഇനി അവളെ കാണാൻ പറ്റിയില്ലെങ്കിലോ? അവളെ കൊണ്ടുപോകാൻ വന്നവർ ആരായിരിക്കും? ഈ ചോദ്യങ്ങൾ അലീനയുടെ മനസ്സിൽ വല്ലാത്തൊരു കൊടുങ്കാറ്റായി മാറുകയാണ്. ആ വലിയ വീട്ടിലെ തണുപ്പിലും അലീന വിയർക്കുന്നത് പോലെ അവൾക്ക് തോന്നി. വരാനിരിക്കുന്ന വലിയൊരു നഷ്ടത്തിന്റെ ഭാരം അവളുടെ ഹൃദയത്തെ വരിഞ്ഞു മുറുകാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ മഴതോന് മുൻപേയിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.